Hi students, welcome to Learnino. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിക്ക് മേസണറിയും സ്റ്റോൺ മേസണറിയും പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോമ്പോസിറ്റ് മേസണറിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കോമ്പോസിറ്റ് മേസണറി എന്ന് നോക്കാം. എന്താണ് കോമ്പോസിറ്റ് മേസണറി? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മേസണറിയാണ് കോമ്പോസിറ്റ് മേസണറി. അപ്പോൾ നമ്മൾ ബ്രിക്ക് മേസണറിയിൽ ബിൽഡിംഗ് യൂണിറ്റായിട്ട് ബ്രിക്കാണ് യൂസ് ചെയ്തത്. സ്റ്റോൺ മേസണറിയിൽ ബിൽഡിംഗ് യൂണിറ്റായിട്ട് സ്റ്റോണാണ് യൂസ് ചെയ്തത്. കോമ്പോസിറ്റ് മേസണറിയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കോമ്പോസിറ്റ് മേസണറി പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ, അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എപ്പിയറൻസ് ഇംപ്രൂവ്, അതായത് എസ്തെറ്റിക്കലി ഗുഡ് എപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എസ്തെറ്റിക്കലി ഗുഡ് എപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവൈലബിൾ മെറ്റീരിയൽ കൊണ്ട് ഇക്കണോമിക്കലായിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അതായത് ഗുഡ് എപ്പിയറൻസിന് വേണ്ടിയും അതുപോലെ തന്നെ അവൈലബിൾ മെറ്റീരിയൽസ് കൊണ്ട് ഒപ്റ്റിമം ഇക്കോണമി അറ്റൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തായി നമുക്ക് ടൈപ്സ് ഓഫ് കോമ്പോസിറ്റ് മേസണറി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറി. സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറി എന്ന് പറയുന്നത് ആഷ്ലാർ മേസണറിയുടെയും റബ്ബിൾ മേസണറിയുടെയും കോമ്പിനേഷനാണ്. ഇനി അടുത്ത് വരുന്നതാണ് ബ്രിക്ക് സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറി. ബ്രിക്ക് സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറിയിൽ ബ്രിക്ക് ബാക്ക്ഡ് ആഷ്ലാർ ഉണ്ട്, ബ്രിക്ക് ബാക്ക്ഡ് സ്റ്റോൺ സ്ലാബ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രിക്ക് ബാക്ക്ഡ് ബ്രിക്ക് ഉണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് സിമെൻറ്റ് കോൺക്രീറ്റ് മേസണറി. ഇതിൽ സിമെൻറ്റ് കോൺക്രീറ്റ് ബ്ലോക്സ് ആണ്. അത് നമുക്ക് ഹോളോ ഉണ്ട്, അതുപോലെ തന്നെ സോളിഡ് ബ്ലോക്കും ഉണ്ടാവും. ഇനി അടുത്താണ് ഹോളോ ക്ലേ ടൈപ്പ്, റീൻഫോഴ്സ്ഡ് ബ്രിക്ക് മേസണറി, അതുപോലെ തന്നെ ഗ്ലാസ് ബ്ലോക്ക് മേസണറി. ഇതൊക്കെയാണ് മെയിൻ ടൈപ്സ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ ടൈപ്പ് നമുക്ക് നോക്കാം. ആദ്യത്തെ ടൈപ്പാണ് സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറി. ഈ സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറി എന്ന് പറയുന്നത് ആഷ്ലാർ മേസണറിയുടെയും റബ്ബിൾ മേസണറിയുടെയും കോമ്പിനേഷനാണ്. ഓക്കെ, നമുക്കറിയാം റബ്ബിൾ മേസണറി എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആണ് ആസ് കമ്പയർഡ് ടു ആഷ്ലാർ മേസണറി. പക്ഷേ എസ്തെറ്റിക്കലി ഗുഡ് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആഷ്ലാർ മേസണറിയാണ്. അപ്പോൾ ഈ സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിംഗ് ആയിട്ട് ആഷ്ലാർ മേസണറിയും ബാക്കിംഗ് ആയിട്ട് സ്റ്റോൺ മേസണറി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഫേസിംഗ് ആയിട്ട് ആഷ്ലാർ മേസണറിയും ബാക്കിംഗ് ആയിട്ട് സ്റ്റോൺ മേസണറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആഷ്ലാർ മേസണറിയുടെയും റബ്ബിൾ മേസണറിയും കോമ്പിനേഷനെയാണ് നമ്മൾ സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫ്രണ്ട് നമുക്ക് ഫേസിങ് പോർഷൻ നമുക്ക് പ്ലീസിങ് അപ്പിയറൻസ് ആയിരിക്കും, ബാക്കിംഗ് ആയിട്ട് റബ്ബിളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് അപ്പിയറൻസ് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ബ്രിക്ക് സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറിയാണ്. ബ്രിക്ക് സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറിയിൽ ബിൽഡിംഗ് യൂണിറ്റായിട്ട് ബ്രിക്കും യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റോണും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മെയിൻലി 3 ടൈപ്സ് ആണ്: ബ്രിക്ക് ബാക്ക്ഡ് ആഷ്ലാർ, ബ്രിക്ക് ബാക്ക്ഡ് സ്റ്റോൺ സ്ലാബ്, ബ്രിക്ക് ബാക്ക്ഡ് ബ്രിക്ക് മേസണറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ 3 ടൈപ്സും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ബ്രിക്ക് സ്റ്റോൺ കോമ്പോസിറ്റ് മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, ബ്രിക്ക് മേസണറിയുടെയും സ്റ്റോൺ മേസണറിയും ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് ബ്രിക്കും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോണും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പാണ് ബ്രിക്ക് ബാക്ക്ഡ് ആഷ്ലാർ മേസണറി. അതായത് ബ്രിക്ക് ബാക്ക്ഡ് ആഷ്ലാർ മേസണറിയിൽ ഫേസിംഗ് ആയിട്ട് ആഷ്ലാർ മേസണറിയും ബാക്കിംഗ് ആയിട്ട് ബ്രിക്കും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫേസിംഗ് ആയിട്ട് ആഷ്ലാർ മേസണറിയും ബാക്കിംഗ് ആയിട്ട് ബ്രിക്കും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ബ്രിക്ക് ബാക്ക്ഡ് സ്റ്റോൺ സ്ലാബ് മേസണറി. ഇവിടെ ഫേസിംഗ് ആയിട്ട് സ്റ്റോൺ സ്ലാബാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റോൺ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റോൺസ്, അതായത് ഇത് നാച്ചുറൽ ആവാം, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആവാം. ഓക്കെ, ഫേസിങ് നമ്മൾ സ്റ്റോൺ സ്ലാബ് പറയുന്നത് നാച്ചുറൽ ആവാം, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആവാം. ബാക്കിംഗ് ആയിട്ട് ബ്രിക്ക്, അതായത് ഫേസിംഗ് ആയിട്ട് സ്റ്റോൺ സ്ലാബും ബാക്കിംഗ് ആയിട്ട് ബ്രിക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബ്രിക്ക് ബാക്ക്ഡ് സ്റ്റോൺ സ്ലാബ് മേസണറി. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിക്ക് ബാക്ക്ഡ് ബ്രിക്ക് മേസണറിയാണ്. അപ്പോൾ ഈ കേസിൽ ബാക്കിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റബ്ബിളാണ്. അപ്പോൾ റബ്ബിൾ സ്റ്റോൺ ലാർജ് ക്വാണ്ടിറ്റിയിൽ
അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് മേസണറി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസിങ് ആയിട്ട് നമ്മൾ ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിംഗ് ആയിട്ട് റബ്ബിളും അതുപോലെ തന്നെ ഫേസിങ് ആയിട്ട് ബ്രിക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സിമൻറ്റ് കോൺക്രീറ്റ് മേസണറിയാണ്. ഇവിടെ നമ്മൾ സിമൻറ്റ് കോൺക്രീറ്റ് ബ്ലോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിക്ചറിൽ കാണുന്നുണ്ടാവും. സിമൻറ്റ് കോൺക്രീറ്റ് ബ്ലോക്സിൽ ഹോളോ ആവാം, സോളിഡ് ആവാം. ഓക്കെ, ഹോളോ ബ്ലോക്സും യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സോളിഡ് ബ്ലോക്സും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഹോളോ ക്ലേ ബ്ലോക്ക് മേസണറിയാണ്. പിക്ചറിൽ കാണുന്നുണ്ട് വോയിഡ്സ് പ്രസൻ്റ് ആണ്. ഓക്കെ, ബ്ലോക്സിൽ വോയിഡ്സ് പ്രസൻ്റ് ആണ്. ഈ ടൈപ്പ് ഓഫ് ഹോളോ ബ്ലോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാൾസ്, അതുപോലെ തന്നെ പാർട്ടീഷൻ വാൾസ് തുടങ്ങിയ കൺസ്ട്രക്ഷൻസിലാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാണ്, അതുപോലെ തന്നെ സ്ട്രോങ് ആണ്. അതായത് ഇത് ലോഡ് ബിയറിംഗ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ലോഡ് ബിയറിംഗ് ഉണ്ട്. സോ സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ തിന്നാണ്. പിന്നെ ഒന്ന് ഫയർ റെസിസ്റ്റൻ്റ് ആണ്, ടെർമൈറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ഗുഡ് തെർമൽ ഇൻസുലേറ്റർ ആണ്. ഇത് വോയിഡ്സ് ഉണ്ടാവുമല്ലോ, ഈ വോയിഡ്സിൽ എയർ പ്രസൻ്റ് ആണ്. സോ തെർമൽ ഇൻസുലേഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തായിട്ട് നോക്കാനുള്ളത് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് മേസണറിയാണ്. അതായത് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് മേസണറിയിൽ റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ റിച്ച് സിമൻറ്റ് കോൺക്രീറ്റും എംബഡഡ് ആയിരിക്കും. സോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ബാർസ് ആണ്. സ്റ്റീൽ ബാർസ് ആവാം, ഹൂപ്പ് അയൺ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വയർ മെഷും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഗ്ലാസ് ബ്ലോക്ക് മേസണറിയാണ്. അതായത് ഈ ഗ്ലാസ് ബ്ലോക്ക് മേസണറി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സൺലൈറ്റ് അത് കടത്തിവിടും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിത് നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫ്രണ്ട് വാൾസ്, അതുപോലെ തന്നെ ബാത്റൂം വാൾസ്, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്ലാസ് ബ്ലോക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നോൺ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ ഗ്ലാസ് ബ്ലോക്ക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ എസ്തെറ്റിക്കലി ഒരു ഗുഡ് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് മേസണറിയും